പണ്ട് എല്ലാവരും അങ്ങ് അബ്യൂസർ ആണെന്നുള്ള ഒരു തോട്ട് തന്നെയായിരുന്നു മൈൻഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പോകെ 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 ഈ വിഷയങ്ങളെയൊക്കെ അവരുടെ കള്ള കേസായിട്ടൊക്കെ മാറുന്ന സാഹചര്യങ്ങൾ കൺമുന്നിൽ തന്നെ കാണുന്ന സാഹചര്യത്തിൽ കുറേയൊക്കെ മാറി തുടങ്ങി. അതൊക്കെ നീ കണ്ടുപിടിക്കുന്നുണ്ടോ? അല്ല, കണ്ടുപിടിക്കുന്നുണ്ട്. എനിക്ക് അടുത്തുള്ള CBCID ആണോ? അല്ലമ്മ, ഇത് അടുത്തുള്ള ആളുകള്. ഇല്ല, നിനക്ക് എന്തിനാ ഇതൊക്കെ? ഈ ജോലി എന്താ ജോലി? ആരുടെ പ്രശ്നമായാലും അങ്ങോട്ട് ചെന്ന് അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. നിനക്ക് അതിൽ പൈസ കിട്ടുന്നൊന്നും ഇല്ല, അതെനിക്കറിയാം. പിന്നെ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നുണ്ട്? ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ എന്നെ സഹായിക്കാൻ ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു എന്നെ സഹായിക്കാൻ ആ സമയത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടാവുകയോ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ലൈഫിൽ ഉണ്ടായ പ്രശ്നങ്ങളിൽ പകുതിയും എനിക്കൊന്ന് സമാധാനം ഉണ്ടാവുമായിരുന്നു. അപ്പൊ എൻ്റെ ഒരു ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒറ്റപ്പെടുന്ന സ്ത്രീകളായാലും കുട്ടികളായാലും അതുപോലെ അമ്മമാരായിക്കോട്ടെ, LGBT കമ്മ്യൂണിറ്റീസിലെ ആൾക്കാരായിക്കോട്ടെ, അവരുടെയൊക്കെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ജീവിതത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങൾ കൊണ്ട് ആത്മഹത്യ വരെ പെട്ടെന്ന് തന്നെ സംഭവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് സമാധാനിപ്പിച്ച് എൻ്റെ അടുത്തേക്ക് വരുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ ഞാൻ അറിയുന്ന വിഷയങ്ങൾ അങ്ങോട്ട് ചെന്ന് ഞാൻ സംസാരിക്കാറുണ്ട്. എൻ്റെ അടുത്ത് ഇങ്ങോട്ടും വരാറുണ്ട്. എനിക്ക് ഒരു പ്രൊഫൈൽ ആയതിനു ശേഷമാണ് ഇങ്ങോട്ടൊക്കെ വന്നു തുടങ്ങിയത്. ആദ്യം ഞാൻ ഈ വിഷയങ്ങൾ കേട്ട് ചില വീടുകളിലൊക്കെ ചെന്ന് അവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അവർക്ക് വേണ്ട നിയമ സംവിധാനങ്ങൾ, അവർക്ക് വേണ്ട ഉപദേശങ്ങൾ, അവർക്ക് വേണ്ട അവരെ സമാധാനിപ്പിച്ചുകൊണ്ടുള്ള അവരുടെ കൂടെ ചങ്കായിട്ട് തന്നെ ഞാൻ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സഹായിച്ചതിന് ശേഷം നമ്മൾ പ്രശ്നക്കാരായി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ. ഇപ്പം ചിലരെ സഹായിക്കുമ്പം അവർക്ക് ആവശ്യമായിരിക്കും. കുറെ കഴിയുമ്പോഴത്തേക്ക് അവർക്കത് ഉപദ്രവമായി മാറുന്ന രീതിയിൽ അവർ തന്നെ നമ്മളെ പോർട്രേറ്റ് ചെയ്യും. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. ചിലപ്പോൾ അവരെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാവാം. ഞാൻ അവരുടെ അടുത്ത് അവർക്ക് എസ്കേപ്പ് ആകാൻ വേണ്ടി അത് ഞാനല്ല ദിയാസാണ് പറഞ്ഞത്. കാരണം അവർക്ക് പ്രൊഫൈലാവും. അപ്പോഴത്തേക്ക് അവർ രക്ഷപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് ചില സാഹചര്യത്തിൽ എന്നെ ഇട്ട് കൊടുക്കുന്ന സമയം ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഞാൻ വിഷമിച്ചിട്ടുള്ള സമയങ്ങൾ അതൊക്കെയാണ്. ഞാൻ ഇത്രയും ഓർത്തഡോക്സ് ഫാമിലിയിൽ ജനിച്ചവല എന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്തിനാ ഷർട്ട് ലുങ്കിയൊക്കെ ഇട്ടിട്ട് നടക്കുന്നത്? ഭയങ്കര കംഫർട്ടാണമ്മ, ഭയങ്കര കംഫർട്ടാണ്. തെറ്റായി പോയി ബയോളജിക്കൽ വുമൺ ആയിട്ട് ജനിച്ചോ? ഇല്ല, ഒരിക്കലും ഇല്ല. നിന്റെ നട, നിന്റെ പേച്ച്, നിന്റെ ഈ ഗംഭീരമൊക്കെ കാണുമ്പോ നീ യു ഷുഡ് ഹാവ് ബോൺ ആസ് എ മാൻ. അമ്മ, അത് നമുക്ക് സെൽഫ് സമാധാനം. നമ്മൾ ഇപ്പൊ ഇവിടുത്തെ പുരുഷ പ്രിവിലേജിന് ഒരിതുണ്ട്, ഒരു പവർ ഉണ്ട് ആണുങ്ങൾക്ക് എന്ന് പറയുന്നത്. കേരളത്തില് അല്ല, ഡൊമിനൻസ് തന്നെയാണ് അമ്മ. നമ്മൾ ഇന്ത്യയിൽ തന്നെ ഇപ്പം നമ്മളെ മുഖ്യമന്ത്രി മുതൽ ഇങ്ങോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ സ്ത്രീകളെ കണ്ടിട്ടില്ലല്ലോ അധികം. അപ്പം അതൊക്കെ കൊണ്ട് തന്നെ ഒരു ഡൊമിനേറ്റിംഗ് സാധനം ഞാൻ വളർന്നു വന്ന സാഹചര്യം മുതൽ ഇതുവരെ ഞാൻ കാണുന്നുണ്ട്. അപ്പം എൻ്റെ ഒരിതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ആളുകൾക്ക് ഇങ്ങനെ എന്താടാ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവിടെ ഒന്ന് സറണ്ടർ ആവുന്നു എന്നൊരു മോഡാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രാക്ടിക്കൽ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒന്ന് നാച്ചുറലി എനിക്ക് കുറേ എൻ്റെ പ്രശ്നങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ജീവിതത്തിലോട്ട് വന്നപ്പം ഞാൻ ഓട്ടോമാറ്റിക്കലി എൻ്റെ ലൈഫ് കൊണ്ട് കുറേ പഠിച്ച് ഞാൻ ബോൾഡായിട്ടുണ്ട്. അത് കൂടാതെ എൻ്റെ ആക്ടിവിറ്റികളും ബോൾഡാക്കിയിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഈ പറഞ്ഞ മുണ്ടെടുത്തതായിക്കോട്ടെ, ഷർട്ട് ഇട്ടതായിക്കോട്ടെ, മുണ്ടും ഷർട്ടും ഒരു കോൺഫിഡൻസ് ആണ്. അത് നിനക്ക് കോൺഫിഡൻസ്, നിനക്ക് തോന്നുന്നു അതെന്തെങ്കിലും ഇമ്പാക്ട് ചെയ്തു ഈ പുറത്തേറുള്ള ഉണ്ട്. അത് ഇമ്പാക്ട് ചെയ്തത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒന്നുണ്ട്. ഇന്ന വസ്ത്രമേ ഇന്ന ആളുകൾ ഇടാവൂ എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ മുണ്ടും ഷർട്ടും ഉടുത്തതിന് ശേഷം കുറെ കോൺട്രവേഴ്സികൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ മുണ്ട് ഷർട്ട് വിവാദം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ബിഗ് ബോസിൽ നിൽക്കുന്ന സമയത്ത് അധികവും ഉപയോഗിച്ചിരുന്ന മുണ്ട് ഷർട്ടുമായിരുന്നു. അപ്പൊ അതൊക്കെ പുറത്ത് ആളുകൾ കൂടുതലായിട്ട് അനുകരിക്കാനും കോളേജിൽ സ്റ്റുഡൻസുകളൊക്കെ അത് എടുക്കാനും തലയിൽ ഒരു ഉണ്ടക്കെട്ട് കെട്ടിയിട്ട് എൻ്റെ സ്പെക്സ് ഒക്കെ വെച്ചിട്ട് ഒരു ഫെമിനിസം മോഡൊക്കെ ഇങ്ങനെയാണ് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ആളുകൾ ട്രൈ ചെയ്യാനൊക്കെ തുടങ്ങിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് അത് ഉപയോഗിച്ചതെന്ന് വെച്ചാൽ എൻ്റെ കോൺഫിഡൻസിനും എൻ്റെ ബലത്തിനും അതുപോലെ എൻ്റെ എനിക്ക് നല്ല ഇതാണ്, ഭയങ്കര ഫ്രീ ആണ്. മുണ്ടൊക്കെ ഇങ്ങനെ എടുത്ത് മടക്കി കുത്തും, നല്ല കാറ്റൊക്കെ അടിച്ച് നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ ഇറങ്ങാം. നല്ലതാണ്. അമ്മ മുണ്ടെടുത്ത് നോക്കണം, നല്ല രസമാ അത്. എന്നെ ഇവള് ചേഞ്ച് ചെയ്യുന്നുണ്ട്. എനിക്കൊക്കെ മുമ്പേ അമ്മ മുണ്ടൊക്കെ ഉടുത്തിട്ടുണ്ട് ഇഷ്ടം പോലെ. കയ്യിലും മുണ്ടും ബ്ലൗസും ഒക്കെ ഉടുത്ത് നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടില്ലേ? അപ്പൊ പിന്നെ എന്താണ്, ഞാൻ പിന്നെ മടക്കിയും കൂടെ കുത്തുന്നു. അത് എനിക്ക് ഇഷ്ടമില്ലാത്ത ഡ്രസ്സായിരുന്നത്. നീ ഇട്ടപ്പോ എനിക്ക്
എനിക്ക് ഐ ഫെൽറ്റ് നൈസ്, ആ നന്നായിട്ടുണ്ടായിരുന്നു. അതെ, പക്ഷെ ഞാൻ അത് ഇട്ട് നടിക്കുമ്പോൾ എനിക്ക് കംഫർട്ട് ഇല്ല. കംഫർട്ടില്ല. Alright. എനിക്ക് തോന്നുന്നു അമ്മ ഈ ജീവിക്കാനാണല്ലേ അമ്മ എല്ലാം നമ്മൾ എടുത്ത് ചെയ്യുന്നത്. ശരിക്കും കംഫർട്ട് അല്ലെങ്കിലും അത് അമ്മയുടെ സ്റ്റോറിയിൽ കുറെ അമ്മ എഴുതിയിട്ടുണ്ട്. അപ്പം അത് കംഫർട്ട് അല്ലായിരുന്നിട്ടും നിങ്ങളത് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് ഐ ഫെൽറ്റ് എനിക്കൊരു വിഷമമാണ് എനിക്ക് ശരിക്കും അതൊക്കെ കേൾക്കുമ്പോൾ. ഇപ്പോ നിന്റെ മോന് എന്താ ചെയ്യുന്നുണ്ട്? ഇപ്പൊ അവൻ അവൻ എന്നു വിളിക്കും എന്ന് പറ. നാനി അമ്മമ്മ, ഞാന് ഇവളുടെ മോനുക്ക് അമ്മമ്മ. അമ്മമ്മ, അതെ. അവൻ എന്താ ചെയ്യുന്നുണ്ട്? എൻ്റെ മോൻ മാസ്റ്റർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഇന്റഗ്രേറ്റ് മാസ്റ്റർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു. അവന് ഫുട്ബോൾ പരിപാടിയൊക്കെ ഫുട്ബോൾ ഉണ്ട്, അവന് എല്ലാം ഉണ്ട്, അത്ലറ്റിക്, ഫുട്ബോൾ. അവന് 6.1 അല്ലേ ഹൈറ്റ്? 6.1 ഹൈറ്റ് ഉണ്ട്. ഇത് ഇവ ഇങ്ങനെയും പോണം, അങ്ങനെ ആ ഫോട്ടോ അയച്ചു കൊടുക്കണം. അതെ 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 അതെ. സിംഗിൾ പാരന്റ് ആൻഡ് ഓൺലി സൺ. നീ അവനെ എത്ര ടോർച്ചർ ചെയ്യുന്നെന്ന് നിനക്ക് മനസ്സിലായോ? എന്തമ്മ അങ്ങനെ? അയ്യോ, നീ അവന് ചെയ്യുന്ന ടോർച്ചർ ഇന്ന് രാവിലെ തന്നെ എനിക്ക് ടെൻഷനായി. അവന് പാവം, അവന് പറഞ്ഞു, ഞാൻ പറയാമേ, ഞാൻ പറയാം, ഞാൻ ഇവിടെ ഇപ്പോ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നു, ഞാൻ പറയാം. എന്തടാ നീ ഇത് എന്തിന് അവൻ പറയട്ടെ, അവൻ ഇറങ്ങി പറയൂലേ. അല്ല, അത് എന്താന്നറിയാം, അവസരം രാത്രി 7 മണിക്ക് കയറിയതാണ്. അപ്പൊ അമ്മയാണ് നോക്കുന്നത്, എൻ്റെ ഉമ്മച്ചി. അപ്പൊ ഉമ്മച്ചി അവനെ വെയിറ്റ് ചെയ്ത് കുറെ നേരം നിന്നു. അത് കഴിഞ്ഞിട്ടാണ് ഉമ്മച്ചി ഒന്ന് ജസ്റ്റ് പുറത്തോട്ട് പോയത്. അപ്പൊ മക്കളെ വിളിച്ചിട്ട് എടുക്കുന്നില്ല ഫോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവനെ വിളിച്ചത്. അവനെ വിളിച്ചപ്പോഴത്തേക്ക് അവൻ അവിടെ നിന്ന് ഒരു ബസ് കയറി വേറൊരു വണ്ടിയിലായി പോയി. അവനത് ഒരിടത്ത് ഇറങ്ങി, അവിടെ നിന്ന് പിന്നെ ബസ് കയറി. അതൊക്കെ എനിക്കറിയാം. അതിനുശേഷം നീ ഇനി നിന്റെ ഫ്രണ്ട്സ് കൂട്ടുകാരുമായിട്ട് നീ ഈ പരിപാടിയൊക്കെ വെക്കരുത്. എന്തായത്? എനിക്ക് തോന്നിയത് അവൻ വന്നിട്ട് അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോയിട്ടുണ്ടാവുമെന്ന്. അവൻ അങ്ങനെയല്ല. അവനെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. കുറെ ദിവസമായില്ലേ കോളേജിൽ പോയിട്ട്. സോ ദാറ്റ്സ് വൈ, അതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് ചോദിച്ചത്. അത് ടെൻഷനാ. അത് മനസ്സിലായി. അത്രയ്ക്കും one person you have in your life, your flesh and blood. എന്നെക്കാട്ടിലും വലുത് അമ്മ. ഭയങ്കര ഇത് ഉമ്മച്ചി വെയിറ്റ് ചെയ്തിരിക്കുവല്ലേ. ഇപ്പോഴും ഞാൻ ഇവിടെ ഇരിക്കല്ലേ അമ്മ ചെയ്യുന്നത്. സോ എത്ര ഫ്രണ്ട്സ് ഉണ്ട്? എനിക്ക് ഭയങ്കര ക്ലോസ് സർക്കിളിൽ വളരെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. ഫ്രണ്ട്സ് ഉണ്ടോ? ഉണ്ട്, വളരെ ഫ്രണ്ട്സ് ഒക്കെ. നല്ല ഫ്രണ്ട്സുകളാണമ്മ. അവർ പാവം എന്നാ പറഞ്ഞത്, നീ പാവം പറഞ്ഞു. നിന്റെ ഒപ്പം ഫ്രണ്ട്ഷിപ്പ് വെക്കാൻ എത്ര കഷ്ടം എനിക്കറിയാമല്ലോ. അതെ. ഈ രഹന ഫാത്തിമ അവരെങ്ങനെ ഫ്രണ്ടായി നിനക്ക്? അവളെനിക്ക് ഏകദേശം ഒരു 10 വർഷത്തിൽ മേലായി. എൻ്റെ നല്ല സുഹൃത്താണ് രഹന. ഈ പറഞ്ഞ പോലെ എന്നെ പോലെ തന്നെയാണ്. വളരെ സാധാരണ ഒരു ഫാമിലീസിൽ നിന്ന് വന്ന് ഒരുപാട് വിഷയങ്ങൾ ജീവിതത്തിൽ ഫേസ് ചെയ്ത് അവള് BSNL വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ പരിചയപ്പെടുന്നത്. അവരുടെ ആദ്യത്തെ മുന്നുണ്ടായിരുന്ന പാർട്ട്ണറുമായിട്ടായിരുന്നു എനിക്ക് ആദ്യം കമ്പനി ഉണ്ടായിരുന്നത്. ഫൈനലി അയാളുമായിട്ട് ഭയങ്കര പ്രശ്നമായി. കാരണം അയാൾ എൻ്റെ ലൈഫിൽ ഭയങ്കര പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടാക്കി. രഹനയും കൂടെ അതിൻ്റെ പാട്ടൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയും അവൾ എന്നെ വിട്ടുകൊടുത്തിട്ടുമില്ല, ഞാൻ അവളെ വിട്ടുകൊടുത്തിട്ടുമില്ല. അവൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു വുമണാണ്. അതുകൊണ്ടിട്ട് ഞാൻ അവരെ വളരെ അടുത്തൊരു സുഹൃത്താക്കി തന്നെയാണ് ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് മുന്നോട്ട്. ഇല്ല, ഈ രഹന ഫാത്തിമ അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഐ ഡോണ്ട് മൈൻഡ്. പക്ഷെ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ കോൺട്രവേഴ്സി ഇഷ്യൂസ് ആണെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതില് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അവൾ കോൺട്രവേഴ്സി ആയിട്ട് ചെയ്യുന്ന വിഷയങ്ങളിൽ കുറെ കാര്യങ്ങളൊക്കെ സിമിലറാ. ഞാൻ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ് ചിലതൊക്കെ. ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അവൾ ചെയ്യുന്നത്. അവളെന്നല്ല, അത് ഏതൊരു സ്ത്രീകൾ ചെയ്താലും ഞാൻ അത്തരം വിഷയങ്ങളെ അനുകൂലിക്കുന്ന ഒരാളാണ്. കാരണം സ്ത്രീകൾക്ക് പ്രിവിലേജ് ഇല്ല, അല്ലെങ്കിൽ സ്ത്രീകൾ ഇത് ചെയ്യാൻ പാടില്ല, അതേ ചെയ്യാൻ പാടുള്ളൂ, അവരിത് ചെയ്താൽ മോശപ്പെട്ടവരാകുന്നു എന്ന സാഹചര്യത്തിലൊക്കെ ഒരു സ്ത്രീ അനുഭവിക്കുന്ന സ്ട്രഗിളിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ എത്തിക്സ് എന്നെ പഠിപ്പിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ രഹന ചെയ്യുന്ന ആക്ടിവിറ്റികളിൽ കുറെ അധികം കാര്യങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. ഒരു കാര്യം, ഈ ശബരിമല അതിന്റെ കാര്യം പറഞ്ഞു കൊടുക്കുക.
ശബരിമല വിഷയത്തില് ശബരിമലയിൽ അവള് കയറി. സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിരുന്നു, സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചു കൊണ്ടിട്ടുള്ള വിധി. ആ വിധിയിൽ അവൾ അത് ചെയ്തു. പക്ഷെ അത് വിശ്വാസികൾക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം എന്നോട് അത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത്തരത്തിലുള്ള ആക്ടിവിറ്റികൾ ചെയ്യില്ല. പക്ഷെ ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകളെ എനിക്ക് എതിർക്കാനോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് അത് ചെയ്യരുതെന്ന് പറയാനും പറ്റില്ല. പക്ഷെ ഐ സപ്പോർട്ട് ദാറ്റ് കൈൻഡ് ഓഫ് അതുപോലത്തെ കാര്യങ്ങളിൽ എന്ന് പറയുന്നത്.